അപ്പോൾ TCS NQT 2024 ആ ഒരു എക്സാം നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വീഡിയോ ആക്ച്വലി ചെയ്യാൻ കുറച്ച് വൈകി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു എക്സാം എങ്ങനെയുണ്ടായിരുന്നു, അതിൻ്റെ അകത്തുള്ള ചോദ്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെ പ്രിപ്പറേഷൻ നമ്മൾ നടത്താം, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാം അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞിട്ട് പോകുന്നത്. സോ ഈ ഒരു എക്സാമിനെ പറ്റി പറയുവാണെങ്കിൽ TCS NQT എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറിയായിരിക്കും. അതായത് നമുക്ക് TCSലേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് TCS കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാമാണ് ആക്ച്വലി TCS NQT എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതിയാൽ തന്നെ നമ്മൾ എങ്ങോട്ടായിരിക്കും നമുക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് TCSൽ പല പല കാറ്റഗറീസ് ഉണ്ട്. ലൈക്ക് പ്രൈം, ഡിജിറ്റൽ, നിഞ്ച എന്ന് പറയുന്ന പല കാറ്റഗറീസിലായിട്ട് ഈ ഒരു ജോലിനെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ജോബിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു TCS NQTയിൽ കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾക്ക് ഏതിൽ വരുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് അവിടെ ജോലി കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അപ്പൊ നമുക്കിനി എക്സാമിനെ പറ്റി നമുക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു TCS NQT എക്സാമിന് നമുക്ക് 2 സെഷനായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും. അതായത് ഒരു അഡ്വാൻസ് സെഷനും അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ സെഷനും. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ സെഷനിൽ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അഡ്വാൻസ് സെഷനിൽ നമുക്ക് കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്, അതായത് ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് A പാർട്ട് B പാർട്ട് എന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്, റൈറ്റ്? സോ ഈ ഒരു 2 സെഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വെതർ നമ്മളൊരു പ്രൈമിലോട്ടാണോ ഡിജിറ്റലിലോട്ടാണോ അതല്ലെങ്കിൽ നിഞ്ച എന്ന് പറയുന്ന കാറ്റഗറിയിലോട്ടാണോ നമ്മൾ ജോബിൽ ഷോർട്ട് ലിസ്റ്റ് ആവുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ ഇനി നമുക്ക് ആ ഒരു എക്സാം പാറ്റേൺ അല്ലെങ്കിൽ നമ്മൾ അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ അതിന്റെ A പാർട്ടിൽ ആക്ച്വലി, അതായത് ഫൗണ്ടേഷൻ പാർട്ടിൽ ആക്ച്വലി വരുന്നത് വെർബൽ എബിലിറ്റീസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റീസ് ഉണ്ടായിരിക്കും, ആൻഡ് ദെൻ ലോജിക്കൽ എബിലിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ 3 സെഷൻ ആയിരിക്കും അവിടെ കവറായി പോകുന്നത്. സോ ഇനി നമ്മൾ ടെസ്റ്റ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടെസ്റ്റ് പാറ്റേണിൽ നമുക്കൊരു ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ ഒരു വെർബൽ എബിലിറ്റി ഉണ്ടായിരിക്കും, ആൻഡ് ദെൻ ഒരു റീസണിങ് എബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു 3 സെഷൻ ആണ് ഇവിടെ വരുന്നത് ഫൗണ്ടേഷൻ പാർട്ടിൽ വരുന്നത്, അതായത് A പാർട്ട്. അപ്പോൾ ഈ ഒരു 3 പാർട്ടിനും 25 മിനിറ്റ് വീതമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ന്യൂമറിക്കലിന് 25 മിനിറ്റ് ഉണ്ട്, വെർബലിന് 25 മിനിറ്റ് ഉണ്ട്, റീസണിങ്ങിന് 25 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പൊ NPTയിലേക്ക് എഴുതിയ സമയത്ത് നമുക്ക് നേരത്തെ എഴുതി കഴിയുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ബട്ട് നമ്മുടെ TCS NQTയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു 25 മിനിറ്റ് അലൗ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ടൈം മാത്രമേ അടുത്ത സെഷനിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ടോട്ടൽ 190 മിനിറ്റ് ആണ് ആ ഹോൾ എക്സാം എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പൊ അങ്ങനെ 25 മിനിറ്റ് നമുക്ക് ഈ ഒരു 3 ഇതിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ന്യൂമറിക്കലിന് ഏകദേശം ഐ തിങ്ക് 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതിനുശേഷം വെർബലിന് ഐ തിങ്ക് 20 ക്വസ്റ്റ്യൻ, ആൻഡ് ദെൻ റീസണിങ്ങിന് 25 ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു ക്വസ്റ്റ്യൻസ്, ആൻഡ് 25 മിനിറ്റോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പാർട്ട് B എന്ന് പറയുന്ന കേസിൽ നമുക്കൊരു അഡ്വാൻസ് സെഷനിലോട്ടാണ് പോകുന്നത്. അതെ, അപ്പോൾ ഈ ഒരു സെഷനിൽ അഡ്വാൻസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് എബിലിറ്റി എന്ന് പറയുന്ന ഒരു സെഷൻ വരുന്നുണ്ട്, ആൻഡ് ദെൻ കോഡിംഗ് സെഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത്, അതിൽ അഡ്വാൻസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് റീസണിങ് എബിലിറ്റി ഏകദേശം 25 മിനിറ്റ് ആണ് നേരത്തെ പോലെ തന്നെ ഉള്ളത്. ആൻഡ് ഇതിൽ വരുന്ന കോഡിംഗ് പാർട്ടിൽ ഏകദേശം 90 മിനിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കോഡിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി ഉണ്ടാകുന്നത്. ഒരു ഈസിയും ആണ്, പിന്നെ ഒരു മീഡിയം ആണ്. അപ്പോൾ ഈ ഈസി എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പോയിന്റിൽ കോഡിംഗ് പാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നേരത്തെ അറ്റംപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് സബ്മിറ്റ് കൊടുത്ത് അടുത്ത പാർട്ടിലോട്ട്, അതായത് ആ മീഡിയം എന്ന് പറഞ്ഞ രീതിയിലുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റും. അത് ഈ ഒരു പാർട്ടിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇതിന്റെ മുകളിൽ നമ്മൾ പറഞ്ഞ ആ ഒരു ന്യൂമറിക്കലും റീസണിങ്ങിലും അതുപോലെ തന്നെ വെർബലിലൊക്കെ ആ 25 നമ്മൾ നേരത്തെ ചെയ്ത് കഴിഞ്ഞാലും 25 മിനിറ്റോളം കാത്തിരിക്കേണ്ടി വരും, റൈറ്റ്? പക്ഷെ ഈ കോഡിംഗ് സെഷനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എളുപ്പം ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, അത് സബ്മിറ്റ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ കോഡിംഗ് സെഷനിലോട്ട് പോകാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ്. കാര്യം നമുക്ക് പലരും പല രീതിയിലായിരിക്കുമല്ലോ അവരുടെ കോഡിങ്ങിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ കാലിബർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. കാര്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിന്റെ എക്സാം പാറ്റേൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ TCS NQTയുടെ എക്സാം പാറ്റേൺ നോക്കുവാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ ഈ ഏരിയ, ഇപ്പൊ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഏരിയാസ് ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്ര ഉള്ള നമ്മുടെ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ എനിക്ക് ചോദിച്ച ഒരു കോഡിംഗ് ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ
എനിക്ക് പാർട്ട്, അതായത് ഒന്നാമത്തെ കോഡിംഗ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും പൊതുവെ ഈസി ആയിരിക്കും. അപ്പോൾ കാര്യം അതിൽ പറയുന്നുണ്ട് ഈസി കോഡിങ്ങും അതുപോലെ മീഡിയം കോഡിങ്. അപ്പോൾ ഒന്നാമത് ചോദിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇപ്പോൾ ഒരു n നമ്പർ കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു n×1 ഒരു സംഖ്യ കിട്ടും, ആ n×2 ഒരു സംഖ്യ കിട്ടും, അങ്ങനെ n×10 വരെ നമുക്കൊരു സംഖ്യ കിട്ടും, അതായത് റിസൾട്ട്. അപ്പോൾ ആ റിസൾട്ടിന്റെ സം എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായിരുന്നു ഒന്നാമത്തത്. രണ്ടാമത്തെ കോഡിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ അതിലെന്നോട് ചോദിച്ചതെന്ന് വെച്ചപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ലിസ്റ്റിൽ 5544 എന്നാണ് ആ ഒരു ലിസ്റ്റിൻ്റെ അകത്തുള്ളത്. അതുപോലെ ഞാൻ എന്ത് ചെയ്യുക, രണ്ടാമതായിട്ടൊരു ഇൻപുട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 കൊടുത്തെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഈ ലിസ്റ്റും ഈ ഇൻപുട്ടും എന്ന് പറഞ്ഞ 3 ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്താണ് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് നിന്ന് ആദ്യത്തെ 3 ഡിജിറ്റ് എടുക്കുക. ഇപ്പോൾ അത് ഇൻപുട്ട് കൊടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ 4 കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 4 ഡിജിറ്റിൽ നിന്ന് ഏറ്റവും വലുത് പ്രിന്റ് ചെയ്യണം. അതായത് ആ ഒരു ആദ്യത്തെ 4 ഡിജിറ്റ് മാത്രമല്ല, അതിനുശേഷം പിന്നെ ഒരു ഇൻഡെക്സ് മാറിയിട്ട് പിന്നെയും എന്ത് ചെയ്യണം, അടുത്ത 4 ഡിജിറ്റ് എടുത്തിട്ട് അതിൻ്റെ സമ്മ് പ്രിന്റ് ചെയ്യണം. ഗ്രേറ്റസ്റ്റ് പ്രിന്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റൻ ആയിരിക്കും. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമത്തെ ക്വസ്റ്റൻ നമ്മൾ എന്തായാലും വായിക്കേണ്ടി വരും. കാര്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് വായിച്ചിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോഡിങ് ചെയ്യുക. അപ്പോൾ അവർ പേപ്പർ കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ അതൊന്നും വെറി ചെയ്യേണ്ട, പേപ്പർ കാര്യങ്ങളൊക്കെ തന്നിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി എനിക്ക് കിട്ടിയത് ആലുവയിലായിരുന്നു. ആലുവയിൽ കുട്ടമ്പശ്ശേരി എന്ന് പറഞ്ഞ സ്പോട്ടിലായിരുന്നു എനിക്ക് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പോയി എഴുതി. പിന്നെ നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വാച്ചൊന്നും അലൗഡ് അല്ല. അത് ഇനിയിപ്പോൾ അനലോഗ് വാച്ചാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അലൗഡ് അല്ല. പിന്നെ നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ മെഷീൻ ഡിറ്റക്ട് ചെയ്യുന്ന മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എക്സാം ഹാളിലോട്ട് കയറ്റി കഴിയാൻ നേരത്ത് അവിടെ ഒരു നമ്മുടെ ഫോട്ടോയൊക്കെ എടുക്കും. ഒരു ക്യാബിനൊക്കെ ഉണ്ട്, അവിടെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമുക്ക് സീറ്റ് നമ്പർ ഉണ്ടായിരിക്കും. സീറ്റ് നമ്പറിൽ ഇരിക്കുക. ആൻഡ് ദെൻ 190 മിനിറ്റ് നമ്മളവിടെ ഇരിക്കണം. അത് നിർബന്ധമായിരിക്കും. കാര്യം അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞെന്ന് പറഞ്ഞൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഉറപ്പാണ് നമുക്ക് എന്തായാലും ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങൾ എക്സാം എഴുതാൻ പോവോ അല്ലെങ്കിൽ അടുത്ത ഇയറിൽ നിങ്ങൾ എക്സാം എഴുതുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കുക. എന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് നമുക്ക് പോയി എക്സാം ഒക്കെ എഴുതിയിട്ട് അടിപൊളിയാക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദി വീഡിയോ. ബൈ.